ഗൈസ് ഞങ്ങൾ അതിരപ്പള്ളി യാത്ര പോവാണ്. അപ്പോൾ അവിടുത്തെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ചേട്ടാ നമ്മള് അതിരപ്പള്ളി യാത്ര പോവാണ് കേട്ടോ. അതിരപ്പള്ളിയാണിത്. സ്ഥലം അടിപൊളി സ്ഥലമല്ലേ? അടിപൊളി സ്ഥലം, സൂപ്പർ ബെസ്റ്റ്. പക്ഷെ കൊരങ്ങന്മാരൊക്കെ ഓക്കെ നോക്കാം. ഇത് വാഴച്ചാലിൽ നിന്ന് അതിരപ്പള്ളിയിലേക്കുള്ളൊരു വഴിയാണ്. ഇവിടുന്ന് ഏകദേശം വന്നിട്ട് 5 കിലോമീറ്റർ ഉണ്ടാവും അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക്. അങ്ങനെ നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തി. ഇത് റോഡ് സൈഡിൽ നിന്ന് നമ്മളെടുത്താണ് കേട്ടോ, അതിൽ ലോങ്ങിന്ന്. ഇത് നമ്മൾ ലോങ്ങിൽ നിന്ന് തന്നെ എടുത്തത്. എന്നാലും ക്യാമറ സൂം ചെയ്യുമ്പോൾ ഒന്നുകൂടി അടുത്തതായിട്ട് തോന്നുന്നുണ്ട്. ഒരു പ്രത്യേക ഒരു രസമുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം മഴ കുറവല്ലേ, വെള്ളം ഭയങ്കര കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഇപ്രാവശ്യം ഭയങ്കര വെള്ളം കുറവാണ്. ഇത് വാഴച്ചാലാണ് കേട്ടോ. വാഴച്ചാല് നമ്മൾ ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഇവിടെ വന്നതാണ്. കാവ്, ആദിവാസികളുടെ മലദേവങ്ങളുടെ ആദിവാസികളുടെ കാവ് അല്ലേ, മലദൈവങ്ങളുടെ കാവ് അല്ലേ. ഇതാണ് സൂം ചെയ്ത് ദന്തപാലയുടെ ഇല. അത് ഇളം വെയില് വെള്ളം ചൂടാക്കിയിട്ട് എണ്ണ ചൂടാക്കിയിട്ട് നേരെ ഇല പൊട്ടിച്ച് അതിലത്തിടാം. അപ്പൊ വയലറ്റ് കളറും വയലറ്റ് കളറും. എന്നിട്ട് ഇത് കഴിയുമ്പോൾ സാധനത്ത് വെച്ചാൽ മതി. ഗ്രന്ഥപാലരല്ലാണ് ഗ്രന്ഥപാലരല്ല, വെളിച്ചെണ്ണ മുറുക്കണ ഗ്രന്ഥപാലില്ലേ, ആ ഇലയാണിത്. ഇത് വാഴച്ചാൽ ഭാഗമാണ്. ഇത് ജോ ജോർജിൻ്റെ സിനിമയുടെ ഭാഗമായിട്ട് ഞാൻ അവിടെ എത്തിയതാണ്. അപ്പോൾ അവിടെ നല്ല അരുവികളും തോടുകളൊക്കെ കണ്ടപ്പോൾ അത് എടുത്തതാണ്. നല്ല രസമുള്ള സ്ഥലം, അധികം ആൾക്കാർ വരാത്ത സ്ഥലമാണിത്. നല്ല നീർച്ചാലുകൾ, ഇങ്ങനെയൊക്കെ വെള്ളങ്ങളൊക്കെ പതുക്കെ ഒഴുകി വരുന്നത്, അതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ആയിരുന്നു ഷൂട്ടിങ്. ചൂരൽമരം ഇതാണ്. ആ മുള പോലെ കിടക്കുന്നുണ്ട്, അതൊക്കെ ചൂരലാണ്. പക്ഷെ ചെറുതുകളൊന്നും കാണാനില്ല കേട്ടാ. നമ്മൾ ടീച്ചർമാരുടെ കയ്യിലുള്ള വെടിൻ്റെ ആവില്ലേ ചൂരൽ, അതൊന്നും ഞാൻ കണ്ടില്ല. പക്ഷെ ഇതൊരു മുള പോലെ വലിയ ഇത് വാഴച്ചാലിൻ്റെ മറ്റൊരു ഭാഗം കേട്ടോ. ഇവിടെ ശാന്തമായിട്ടാണ് കിടക്കുന്നത്, വലിയ ഒഴുക്കൊന്നുമില്ല. പക്ഷെ നല്ല രസമാണ് ഈ ഭാഗം, ഒരു പ്രത്യേക ഒരു രസം, നല്ലൊരു ശാന്തമായൊരു അന്തരീക്ഷം. മഞ്ഞക്കുഴി എന്ന് പറയുന്ന സാധനം പാറമറ്റ് ചാരവും ഇട്ടിട്ടില്ല, കുറച്ച് കഴുകാം.
അത് നന്നാക്കി എടുത്താൽ തലയുടെ ഇത് കാട്ടിയാണിട്ട് കാടിന്റെ മുകളിലൊക്കെ നിൽക്കുക. അതല്ല, അത് മലയാണോ ശരിക്കും? അത് മല അതിന്റെ അപ്പുറത്ത് നിന്നിട്ട് അപ്പുറത്തെ മല അപ്പുറത്തെ മല കൊണ്ട് ഇതാണ് ചാർപ്പ വെള്ളച്ചാട്ടം. ചാർപ്പ വാഴച്ചാലിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാ? വാഴച്ചാലിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? 1 കിലോമീറ്റർ അല്ലേ? ആതിരപ്പള്ളി കാണിയോ? ആതിരപ്പള്ളിയിൽ നിന്ന് 5 കിലോമീറ്റർ ചാർപ്പ വെള്ളച്ചാട്ടത്തിലേക്ക്. പിന്നെ വാഴച്ചാലിന്ന് 1 കിലോമീറ്റർ ചാർപ്പ വെള്ളച്ചാട്ടം. ചാർപ്പ വെള്ളച്ചാട്ടത്തിലേക്ക് വാ. ചാർപ്പ ചാർപ്പ ചേട്ടാ എങ്ങനെയുണ്ട്? അടിപൊളി കാഴ്ച അല്ലേ? അടിപൊളി ആയിട്ടില്ലേ? ഞാൻ ഇപ്പോൾ അതിരപ്പള്ളിയിൽ നിന്ന് വാഴച്ചാലിൽ നിന്നും വീട്ടിലെത്തിയിരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിരപ്പള്ളി വാഴച്ചാലിലെ മുഴുവൻ പ്രസക്ത ഭാഗങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല, കവർ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ജോജു ജോർജിൻ്റെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് പോയതാണ്. ഞങ്ങൾ ഇടയ്ക്ക് ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ സിനിമയിൽ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ സിനിമയുടെ ഭാഗമായിട്ട് പോയ കാരണം നമുക്ക് എല്ലാ ഭാഗത്തേക്കും പോകാൻ പറ്റില്ല. അവർ ഷൂട്ട് ചെയ്യണ ആ ഭാഗം മാത്രമാണല്ലോ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ അവിടെ നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. പിന്നെ അവിടെ കഴിയുമ്പോൾ 6 മണിയാവും. പിന്നെ നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ആ ഭാഗം ആണ് എടുത്തത്. പിന്നെ പോണ വഴിയിൽ അതിരപ്പള്ളി വെള്ളച്ചാട്ടം അങ്ങനെ എടുത്തത് കേട്ടോ. ഓക്കെ. ഇന്നലെ 17/6/2026 എടുത്താണ് ഈ വീഡിയോ കേട്ടോ. വെള്ളം കുറവായിരുന്നു. ഓക്കെ, താങ്ക് യു.